ഏവർക്കും സീക്ക് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റിയർ ആയിട്ട് നാടൻ രീതിയിൽ പോർക്ക് കറി തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പാനിൽ ഏകദേശം പകുതി വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ചെറുതായി ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ 1 കിലോ പോർക്ക്, ഞാനിവിടെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പോർക്ക് എടുത്തിരിക്കുന്നത്. ഈ പോർക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യാൻ കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പോർക്കിൽ നല്ല നെയ്യും പോരാത്തന്നെ ഒരു ചെറിയ സ്മെല്ലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോർക്ക് 5 മിനിറ്റ് ഓപ്പൺ ആയിട്ടൊന്ന് തിളപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പോർക്കിൽ നന്നായി ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വാർത്തെടുക്കാം. ഇനി നമുക്ക് ഈ പോർക്ക് വേവിച്ചെടുക്കുന്നതിനായി കുക്കറിലേക്ക് മാറ്റാം. ഇനി ഏകദേശം നമുക്ക് 4 to 5 വിസിലടിക്കുന്നത് വരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പോർക്ക് വേവുമ്പോഴേക്കും നമുക്ക് വേണ്ട കാഷ്യൂസും തേങ്ങ വറുത്തരച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പാൻ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കാഷ്യൂസ് ഇട്ടിട്ട് പെട്ടെന്ന് വറുത്ത് കോരാം. തേങ്ങ വറുത്തെടുക്കുന്നതിനായി ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 20 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇപ്പോൾ ഏകദേശം 8 to 9 അല്ലി വരെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, ഏകദേശം 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതിനായി ഇത് കോരിയെടുക്കാം. ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇനി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ പോർക്ക് കറി ട്രഡീഷണൽ ആയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കണം. അപ്പൊ കൂടുതൽ ടേസ്റ്റിയർ ആയിരിക്കും. 30 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. ഇവിടെ ഇപ്പൊ ഞാൻ ചീനമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് മുളക് എടുക്കാം. വേപ്പില ആവശ്യത്തിന്, വെളുത്തുള്ളി 30 ഗ്രാം, പിന്നെ 50 ഗ്രാം ചുവന്നുള്ളി, അത് ചെറുതാക്കി അരിഞ്ഞ്. നമുക്ക് ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഈ പോർക്ക് കറി ട്രഡീഷണലായി വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലത്തെ സ്പൈസസും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയി ചേർക്കുന്നത്. അതിനായി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 2.5 ടേബിൾ സ്പൂൺ മുളകും, പിന്നെ കുരുമുളക് നമുക്ക് 1 ടേബിൾ സ്പൂണും ചേർക്കാം.
ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത തൈരാണ്. ഇത് നമുക്കിത് മൊത്തം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി പോർക്ക് കറി വെക്കുന്നതിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു സാധാരണ ഫ്രൈ പാൻ ആണ് എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക് പാൻ. നിങ്ങൾക്ക് സാധാരണ വീട്ടിലുള്ള ഏത് പാനിലും വേണമെങ്കിലും ഉണ്ടാക്കാം. പാൻ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചെറുതായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 3 വലിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് നമ്മുടെ സബോള ഒന്ന് ചെറുതായി വാടുന്നത് വരെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമ്മുടെ സബോള ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇൻഗ്രീഡിയൻസിന്റെ പച്ചപ്പ് പോകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പോർക്ക് കറിയിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോർക്ക് കറി നല്ല ടേസ്റ്റിയും ട്രഡീഷണൽ ടേസ്റ്റ് കൂടി ആയിരിക്കും. നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മസാലക്കൂട്ടിന്റെ നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മുടെ മസാലയുടെ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഗ്രേവി പോലെ. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പോർക്ക് ചേർത്ത് കൊടുക്കാം. പോർക്കിൽ നല്ല മസാല പിടിക്കുന്നതിനായി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് ഇടവിട്ട് തുറന്നിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മസാലക്കൂട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പോർക്കിന്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് നല്ല മസാല പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ വറുത്തരച്ച തേങ്ങയുടെ ടേസ്റ്റ് എല്ലായിടത്തും എത്തുന്നതിനായി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ നാടൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള പോർക്ക് കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പിയുമായി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. തുടർന്നും പുതിയ എൻ്റെ റെസിപ്പീസ് കാണാൻ മറക്കാതെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. And see you on next recipe.